ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ബുധനാഴ്ചയിലത്തെ വിശേഷമാണ്. അപ്പോൾ നാളെ എന്ന് പറയുമ്പോൾ നിങ്ങളിന്ന് കാണുമ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ ആണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെറുതായിട്ട് കുട്ടികളെയും കൊണ്ടൊന്നൊരു ഔട്ടിങ്ങിന് പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അത് പറയാൻ പറ്റില്ല. അപ്പോൾ നാളെ, അതായത് ഇന്ന് പോയി വന്നാലേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ കിടക്കുന്നതിന് മുമ്പ് ഞങ്ങൾ മനസ്സുകൊണ്ട് തീരുമാനിച്ചതും ടിക്കറ്റൊക്കെ റിസർവ് ചെയ്തിട്ടുണ്ട്, കുട്ടികളെ ട്രെയിനിലൊന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നാളെ അതിനുള്ള ഒരു യാത്രയാണ്. അപ്പോൾ വിശേഷങ്ങളൊക്കെ പതിയും പോലെ നിങ്ങളോട് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ എൻ്റെ ശബ്ദം ഭയങ്കര വ്യത്യാസമുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. സംഭവം ശരിയാണ്, എനിക്ക് കോൾഡാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. ഭയങ്കര എന്താ പറയുക, തുമ്മലായിരുന്നു. ഭയങ്കര തുമ്മലെന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഉണ്ടാവാറില്ല. പക്ഷേ അതുകൊണ്ടാണ് തോന്നുന്നത് തൊണ്ടയിലൊരു പിടുത്തവും. വേറെ ഒരു പ്രശ്നം, പനിയോ അങ്ങനെയുള്ളതൊന്നുമില്ല കേട്ടോ. എന്തോ എണ്ണ മാറി തേച്ചതിൻ്റെയാണ്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പം അങ്ങനെ പതിവ് പോലെ രാവിലെ എണീറ്റു. കുട്ടികളൊക്കെ ഇന്ന് രാവിലത്തെ ചർച്ച മുഴുവൻ നാളെ പോകേണ്ട വിശേഷത്തിനെ കുറിച്ചായിരുന്നു കേട്ടോ, രാവിലെ തന്നെ. അപ്പോൾ ഇവരെയും കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോൾ അവർക്ക് അപ്പം പോകണം ട്രെയിനിൽ. അപ്പോൾ അതായിരുന്നു. അപ്പോൾ തൊട്ട് ഞാൻ കുറേ നിർബന്ധിച്ചിട്ടാണ് കേട്ടോ ഇവരെയും കൊണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയതും ട്രെയിൻ കാണിച്ചതൊക്കെ. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, നമ്മുടെ കുട്ടികളെ കുട്ടി ആശകൾ പറയുമ്പോൾ നമ്മളത് ചെയ്തു കൊടുക്കുക എന്നുള്ളത്. അപ്പോഴാണ് അവർക്ക് ട്രെയിനിൽ കയറണം എന്നുള്ളൊരാശ. അപ്പം ഞാൻ വിചാരിച്ചു നാളെ ഇനിയിപ്പോൾ അവധിയാണല്ലോ, അപ്പോൾ ഒരു ട്രിപ്പ് ഇവിടെ നിന്ന് നേരെ ട്രെയിനിൽ എറണാകുളത്ത് പോയി അവിടെ നിന്ന് കുറച്ച് നേരം എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയിരുന്ന് തിരിച്ച് അവിടെ നിന്ന് മെട്രോയിൽ മടങ്ങി പറ്റിയെങ്കിൽ ഒരു ബസ് യാത്ര അല്ലെങ്കിൽ ഒരു ഓട്ടോ യാത്ര, എല്ലാതും കൂടി നാളെ കുട്ടികൾക്ക് വേണ്ടി ഒരു ദിവസം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് കിടന്നുറങ്ങണത്. അപ്പോൾ നാളെ നിങ്ങൾ കാണുമ്പോൾ മിക്കവാറും ഞങ്ങൾ 10:30 11 മണിക്ക് അങ്ങോട്ടാണ്. അപ്പോൾ നാളെ നിങ്ങൾ കാണുമ്പോൾ ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാവും കേട്ടോ, ഞാൻ പറഞ്ഞു പോയി എന്നുള്ളൂ. അങ്ങനെ പിള്ളേർസ് സ്കൂളിൽ പോകാനായിട്ടൊക്കെ റെഡിയായി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ നല്ല 2 പേരും നല്ല മിടുക്കരായിട്ട് തന്നെയാണ് പോണത്. അവർക്കിപ്പോൾ അവിടെ പോയില്ലെങ്കിൽ ആ വിഷമം, കാരണം അവിടെ പോയി കഴിഞ്ഞാൽ അവർക്ക് കളിയും ചിരിയും ഫ്രണ്ട്സൊക്കെ ഉണ്ട്. വീട്ടിൽ എത്ര നേരം എന്ന് വെച്ചിട്ടാണ് അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുക. പിന്നെ പുറത്ത് വെയിലാണെങ്കിൽ ഭയങ്കര വെയിൽ, മഴയാണെങ്കിൽ അതുപോലത്തെ മഴ, അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് ഇവരൊന്നിച്ചാണ് പോണത് കേട്ടോ. ഡിവൈനും ഡോണും പിള്ളേർസും ഒന്നിച്ചാണ് പോണത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഡിവൈനും ഡോണിനും പള്ളിയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. പള്ളിയിലേക്കല്ല, ഒരു ധ്യാന കേന്ദ്രത്തിലേക്ക് പോയിട്ട് ഒരു എൻക്വയറിയുടെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ അവിടെയും കൂടി പോയിട്ട് കുട്ടികളെ ആക്കി അവിടെ പോയി എല്ലാം കഴിഞ്ഞിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അവർ പോയി എൻ്റെ പിന്നാലെ ഞാനും ഡിംപിളും എന്താ പറയുക കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. അപ്പോൾ ഡാഡിയും ഇല്ല, ഡാഡി ഇതുപോലെ പുറത്ത് പോയേക്കാണ്. അപ്പോൾ ഞാനും ഡിംപിളും ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ കുറേ നേരം വാഷിംഗ് മെഷീനിൽ തുണികൾ ഇട്ടതിന് ശേഷം ഞങ്ങൾ 2 പേരും കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. നമ്മൾക്കുണ്ടാവില്ലേ കുറേ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ കുറേ സംസാരിച്ചതിന് ശേഷം തുണികൾ ഞാനും ഡിംപിളും കൂടിയിട്ട് തോരയിട്ടു. അവിടെയും കുറേ നേരം നിന്ന് വർത്താനം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഭക്ഷണം ഞാൻ പറഞ്ഞു എല്ലാതും ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് അതിനെപ്പറ്റി ഇന്ന് ഒന്നും ചെയ്യേണ്ട, ഒരു ചോറ് മാത്രം വെച്ചു. അപ്പോഴത്തേക്ക് പിള്ളേർ സെറ്റൊക്കെ വന്നു കേട്ടോ. അപ്പോൾ അവർ വരും വഴിക്ക് ബേബി സണിൽ കയറി എന്തൊക്കെയോ വാങ്ങി കഴിക്കുകയും കുറേ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്തിട്ടാട്ടോ വന്നേക്കണം. അപ്പോൾ പാച്ചു ലേസ് പൊട്ടിച്ച് എല്ലാവർക്കും ഷെയർ ചെയ്യാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ പറയും പിള്ളേരോട് ഷെയർ ചെയ്ത് പഠിക്കണം എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ ഓരോരുത്തർക്ക് ആവശ്യമില്ലെങ്കിലും നമ്മളത് വാങ്ങി വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ അവർക്ക് തന്നെ കൊടുക്കും, അങ്ങനെ കേട്ടോ. അപ്പോൾ പോയി വന്നതിൻ്റെ ഒരിതാണ്. അപ്പോൾ ഡോൺ കുറച്ച് കഴിഞ്ഞപ്പോൾ മടങ്ങിപ്പോയിട്ടോ. അപ്പോൾ തോമൂന് വഴക്ക് കിട്ടുകയാണ്. അവനിങ്ങനെ വെറുതെ നിൽക്കുമ്പോൾ കൈകൊണ്ട് ആ കുഴിയനൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തട്ടും. അത് കഴിഞ്ഞിട്ട് ഇവിടെ കളിയാണ്, ഓച്ചും മക്കളും കൂടിയിട്ടുള്ള കളിയാണ്. അപ്പോൾ ഡിവൈൻ എനിക്കൊണ്ട് ഡ്രസ്സ് മാറാൻ പോയി ആ ഗ്യാപ്പിലാന്ന് തോന്നുന്നു. അപ്പോൾ പാച്ചു കണ്ടില്ലോ ഇരിക്കുന്നത്. പാച്ചു ഏറ്റവും ചെറിയ കുട്ടിയായി, ചാക്കോച്ചൻ്റെ പോലെ മോക്കറിലിരുന്നിട്ട് ഉള്ള ഓട്ടമാണ്. അപ്പോൾ ഡിവൈൻ പോയി വന്ന വിശേഷങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് സ്വതവേ ഉള്ളതാ, എവിടെയെങ്കിലും പോയി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തൊട്ട് തിരിച്ച് വന്നപ്പോൾ തൊട്ടുള്ള വിശേഷങ്ങൾ പറയും കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഡിവൈന് നമ്മളുടെ ആ ഒരു ഇതറിയില്ലായിരുന്നു, വന്നു കഴിഞ്ഞാൽ അങ്ങനെ എടുക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് നമ്മളുടെ വീടിൻ്റെ ഇതിങ്ങനെയാണെന്ന് കണ്ടപ്പോൾ പിന്നെ എപ്പോഴും എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടാണ് ഞങ്ങളൊക്കെ കെടുക്കുക കേട്ടോ. പിരിയുക. അപ്പോൾ കൊണ്ടുവന്നത് കോൺഫ്ലേക്സിൻ്റെ കേക്ക്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇത് എൻ്റെയും ഡാഡിയുടെയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി പരിപ്പ് ചാറ്, ഇന്നലെ രാത്രിയിലത്തെ പരിപ്പ് ചാറും മീൻ വറുത്തതും അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇറച്ചിയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് ഉള്ളിച്ചോറ് ഞാൻ ഇന്നലെ കണ്ടതാണ്, ഇന്നലെയല്ല കുറച്ച് ദിവസമായി കണ്ടിട്ട്, അപ്പോൾ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂടുള്ള ചോറ് കണ്ടപ്പോൾ, ശരിക്കും പറഞ്ഞാൽ ചൂടുള്ള ചോറല്ല വേണ്ടത്, ഊറ്റി വെച്ച് ഒന്ന് തണുത്ത ചോറാണ് ഏറ്റവും നല്ലത് കേട്ടോ.
എന്നാലും ഇതിപ്പോൾ നമ്മൾ ഊറ്റിയ വഴിക്കായതുകൊണ്ട് എന്നാലും സാരമില്ല. അപ്പോൾ ഒന്ന് കുഴയും, എന്നാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഒന്നുമില്ല, ചുവന്നുള്ളിയും വെളുത്തുള്ളിയും വേപ്പിലയും കൂടി നന്നായി ചതച്ച് ഒരു ചെറിയ കഷ്ണം പുളി മതി കേട്ടോ. പുളിയും കൂടി ഒന്ന് ചതച്ച് ചാലിച്ച് അതിൽ കുറച്ച് കുത്തിപ്പൊടി ഇട്ട് ഒന്ന് കാച്ചിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ചോറ് അതിലിടുക. നമുക്ക് ആവശ്യമുള്ള ചോറ് അതിലിട്ട് ഒന്ന് പുരട്ടുക. അപ്പോൾ പാച്ചൂന് കൊടുത്ത ചോറിൻ്റെ ബാക്കിയാണ് കേട്ടോ ഈ ഒരു കിണ്ണത്തിലിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വളരെ കുറച്ച് ചോറുമായിട്ട് ഞാനും കഴിച്ചു. കുട്ടികൾക്ക് ഒരു ഡിമ്പിളിനും ഡാഡിക്കും കൊടുത്തു. അങ്ങനെ രണ്ടുപേരും കഴിച്ചിട്ട് അവർ പോയി കിടന്നു. അങ്ങനെ ഡാഡി കുറച്ച് നേരം നമ്മൾ ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും കുറച്ച് നേരത്തെ റെസ്റ്റ് ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഡാഡി എനിക്ക് തോന്നുന്നു ഒരു 5:30-6 മണി ആയിട്ടുണ്ട് കേട്ടോ കിടക്കുമ്പോൾ. കാരണം എനിക്ക് പറഞ്ഞ പോലെ തുമ്മി ഭയങ്കര പ്രശ്നമായിരുന്നു. അവസാനം ഡാഡി ഒരു ടാബ്ലറ്റ് കൊണ്ട് തന്നതിന് ശേഷമാണ് എനിക്കൊന്ന് കുറവായത് കേട്ടോ. അങ്ങനെ ഇത് നല്ലൊരു ജിമിക്കാണ് കേട്ടോ. അപ്പോൾ ഒരു കൂട്ടർക്ക് ഇങ്ങനെ കല്ലിൽ ഇങ്ങനെ കാല് കനുള്ളത് കൊണ്ട് പിന്ന് വേണമെന്ന് പറഞ്ഞപ്പോൾ പിൻ ടൈപ്പിലാണ്, നല്ല റൂബി സ്റ്റോൺസും ഭയങ്കര ഭംഗിയുള്ളൊരു ജിമിക്കയാണ് കേട്ടോ. അങ്ങനെ ഡാഡി പാക്കിങ്ങിലുള്ള ബോക്സുകളും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നു. അപ്പോൾ അതുവരെ ഞാൻ പറഞ്ഞില്ലേ ഞാനൊന്ന് കിടന്ന് ഉറങ്ങി, കുറച്ച് നേരം ഒന്ന് കിടന്നു. അപ്പോൾ പാച്ചൂട്ട ഓരോരുത്തരുടെ കുളികൾ കഴിഞ്ഞ് വന്നു തുടങ്ങി. ഇത് നമ്മുടെ ചാക്കോച്ചിയുടെ കുളി കഴിഞ്ഞ് വന്നതാണ് കേട്ടോ. മുടിയൊക്കെ ഈരി, ഇപ്പോൾ നല്ല സിൽക്ക് മുടി. ചില സമയത്ത് എങ്ങനെയാ വെച്ചാൽ അവൻ്റെ മുടി കാണുമ്പോൾ എല്ലാവരും ചോദിക്കും ചുരുള മുടിയാണോ എന്ന്. അവൻ്റെ ഇതാണ് അവൻ്റെ ഹെയറിൻ്റെ ഇത് കേട്ടോ. അപ്പോൾ അപ്പ മുടി ഈരി വന്നപ്പോൾ കളിപ്പിക്കുന്നത്. അപ്പോൾ അപ്പയുടെ കൈ എന്തോ ഓർമ്മ തട്ടിയിട്ട് ഒരു ചെറിയ വേദന. അപ്പോൾ അവനെ എടുക്കാണ്ട് പോന്നു. അപ്പോൾ അതിനുള്ള കരച്ചിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കാണുന്നതാണ് ഇപ്പോൾ കേട്ടോ. അപ്പം അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാനും ഡാഡിയും ശരിക്കും ഞാൻ പറഞ്ഞില്ലേ ഈ സമയമൊക്കെ ഞങ്ങൾക്ക് നല്ല തിരക്കുള്ള സമയങ്ങളാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഓണല്ലേ. അപ്പോൾ എനിക്ക് സംഭവം എന്താ പറയുക, നമുക്ക് എടുത്തു കൊടുക്കണം, കുറേ കാര്യങ്ങളുണ്ട്. എന്നാലും എന്താ പറയുക, മാക്സിമം ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അപ്പാപ്പ ചെയ്ത് തീർക്കുകയാണ്. കാരണം കുട്ടികളെയും കൊണ്ട് എവിടേക്കെങ്കിലും പോകാനും എടുക്കാനൊക്കെ ആണെങ്കിൽ നമ്മൾ ഇന്നത്തെ എല്ലാ പണികളും തീർത്ത് വെച്ചാൽ നാളെ എന്നെ സംബന്ധിച്ച് അങ്ങനെ എനിക്ക് എൻ്റെ എല്ലാം തീർത്ത് വെച്ചാൽ എനിക്ക് പിറ്റേ ദിവസത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒരു കാര്യം നാളേക്ക് വേണ്ടി വെക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല കേട്ടോ. അപ്പോൾ ഡിമ്പിൾ ആ സമയത്ത് നമ്മുടെ കിച്ചണിൽ കയറിയിട്ട് രസം, പിന്നെ നമ്മുടെ കോളിഫ്ലവർ മുട്ടയിട്ട് കുത്തിപ്പൊരിച്ചത്, സവോള വെറുതെ പച്ച സവോള, മീൻ വറുത്തത് ചാളയായിരുന്നു, അതും ആക്കി ഞങ്ങളിതേ ഫുഡ് കഴിക്കായിരുന്നു. അപ്പോൾ ഡാഡി അതും കൊണ്ട് ന്യൂസ് കാണാനായിട്ട് പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികളുള്ളപ്പോൾ ഡാഡിക്ക് TV കാണാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ ഒരാൾക്ക് കാത്തു വേണം, ഒരാൾക്ക് സ്പൈഡർമാൻ വേണം, ചാക്കോച്ചിന് പാട്ട് വേണം. അപ്പോൾ എല്ലാത്തിൽ നിന്നും ഞങ്ങളെല്ലാം ഒഴിഞ്ഞു നിൽക്കും. പിന്നെ ആ സമയത്ത് എനിക്കും ഡാഡിക്കും ഞങ്ങളുടേതായ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഡാഡി ന്യൂസ് കാണാനായിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ റോബോട്ടിനെ എങ്ങനെയാണെന്ന് വെച്ചാൽ രാത്രിയിലാണ് സെറ്റ് ചെയ്തിരിക്കണത്. അപ്പോൾ രാത്രിയാകുമ്പോൾ എല്ലാവരും കിടന്നതിന് ശേഷം കുട്ടികളൊക്കെ പോയതിന് ശേഷം അതിൻ്റെ പണി നോക്കിയുള്ളൂ. അപ്പോൾ റോബോ എന്ന് വിളിക്കും, അത് കഴിഞ്ഞ് ഇടയ്ക്ക് കാത്തു എന്ന് വിളിക്കും. ഇവർ പേരിട്ടേക്കുന്നത് കാത്തു എന്നാണ്. അപ്പോൾ റോബോ എന്ന് വിളിക്കും, ചിലപ്പോൾ കാത്തു വന്നു എന്ന് പറയും. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവരുടെ ഒരിത്. ഫസ്റ്റ് ഡേ ആണ് കോമഡി ആയിരുന്നത്. പാച്ചു ഉണ്ടായിരുന്നില്ല, ഇത് കൊണ്ടുവരുമ്പോൾ പാച്ചു ഉണ്ടായിരുന്നില്ല. പാച്ചു വന്നപ്പോൾ വിചാരിച്ചു അത് വേവിങ് മെഷീനാണെന്ന് ചോദിച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറി നിൽക്കാൻ നോക്കി. അപ്പോഴാണ് പറഞ്ഞത് അല്ല ഇതാണ് റോബോ എന്ന് പറഞ്ഞു. പിന്നെ അവർക്ക് മനസ്സിലായി. ഇപ്പം അതിനെ ഇട്ട് ഓടിപ്പിക്കലാണ് ഇവരുടെ മെയിൻ പണി. തോമൊന്നും ഉറങ്ങിയേക്കാണ്. തോമോ ഒരു ദിവസം കിടന്ന് കണ്ടിട്ടുള്ളൂ. അത് അല്ലാത്ത ദിവസമൊക്കെ അവൻ കുറച്ച് നേരത്തെ കിടന്ന് ഉറങ്ങും. തോമോ ഉച്ചയ്ക്ക് ഉറങ്ങാത്തതല്ലേ. പാച്ചുവിനെ സംബന്ധിച്ച് പാച്ചു ഉച്ചയ്ക്ക് നന്നായിട്ട് ഉറങ്ങണ കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് രാത്രി ഇത്തിരി ലേറ്റായിട്ടാണ്. അപ്പോൾ റോബോട്ട് ഇങ്ങനെ ഓടുന്ന സ്ഥലങ്ങളിലൊക്കെ നോക്കുകയാണ്. അപ്പോൾ എന്നോട് കുറേ പേര് ഇതിൻ്റെ റിവ്യൂ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ടില്ല. ആദ്യത്തെ ദിവസം കൊണ്ടുവന്ന് പിറ്റേ ദിവസം അങ്ങോട്ടാണ് ഡോണിന് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളും വന്നത്. പിന്നെ 2 ദിവസം അതിൻ്റെ പിന്നാലെയായിരുന്നു. അത് കഴിഞ്ഞ് ഇതുപോലെ ഒന്നും പറ്റാണ്ട് നിന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നലെയും പറ്റിയില്ല. മിനിഞ്ഞാന്ന് ഒരു ദിവസം കഴിഞ്ഞ് പിന്നെ ഇന്നാണ് ചെയ്തത്. കണ്ടിന്യൂസ് ആയിട്ട് ഇതുവരെ നമുക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല. സംഭവം അത് സെറ്റ് ചെയ്തിട്ടാൽ മതി, പക്ഷേ അതിനുള്ള സാവകാശം നമുക്ക് കിട്ടിയില്ല. ഇന്നലെ എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ ചെയ്തു, ഇന്നലെയല്ല മിനിഞ്ഞാന്ന് രാവിലെ ചെയ്തു. അപ്പോൾ ഇന്നലെ രാത്രി വേണ്ട ഇന്നൊക്കെ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഇന്ന് കാലത്ത് ചെയ്യാണ്ട് രാത്രിയിൽ വെച്ചു. ഇനി നാളെ തൊട്ട് രാത്രിയിലാണ് സെറ്റ് ചെയ്യണത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പണി ചെയ്തോളൂ. നമ്മൾക്ക് ഒരു ശല്യമില്ല, എല്ലാ ക്ലീനിങ്ങും കാര്യങ്ങളും ചെയ്തോളൂ കേട്ടോ. അപ്പം ഞങ്ങൾ ഇന്നിപ്പോൾ അതാണ് ചെയ്തത്. സമയം 11:30 കഴിഞ്ഞപ്പോൾ അതിൻ്റെ ജോലി ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാവരും ഊണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഡിമ്പിളും പാച്ചും റൂമിലേക്ക് പോയി, ഡിവൈനും കുട്ടികളും മുകളിൽ പോയി, ഡാഡി കിടന്നു. അപ്പോൾ എനിക്ക് എന്തായാലും
ഈ വോയിസ് ഓവർ കൊടുക്കാനും ഇതിനൊക്കെ ആയിട്ട് കുറച്ച് നേരം എന്തായാലും എനിക്ക് ഇരിക്കണം. പിന്നെ എനിക്ക് എങ്ങനെ വന്നാലും കിടക്കണ നേരത്തൊന്ന് കുളിക്കുക എന്നുള്ളത് പണ്ട് തൊട്ടേ ഉള്ള ഒരു ശീലമാണ്. കിടക്കണ നേരത്ത് ആ അവസാന നേരത്താണ് ഞാൻ കുളിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഇവനെ എടുത്ത്, പിന്നെ നമുക്കൊന്നും ചെയ്യണ്ട, തന്നെ അങ്ങോട്ട് കയറി പൊക്കോളും, തന്നെ കയറി സീറ്റിങ്ങിൽ പോയിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇത് അവൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ട് തന്നെ നമ്മൾ കുറേ പേര് എന്നോട് ചോദിച്ചതിൻ്റെ പേരിലാണ് കേട്ടോ. അപ്പോൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ ടൈമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് മാപ്പുണ്ട്, അതൊക്കെ അനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിത് വിശദമായിട്ടൊന്നും പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ. ചിലപ്പോൾ പറയണതിൽ എന്തെങ്കിലും പാളിച്ചകളുണ്ടാവും. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നവർ വിചാരിക്കും ഇങ്ങനെയാണോ പറയുക, ഇങ്ങനെയല്ലല്ലോ അങ്ങനെയാണല്ലോ പറയുക എന്നൊക്കെ പറയും. അതുകൊണ്ട് എനിക്ക് ശരിക്കും ഇതിൻ്റെ എങ്ങനെയാണ് എന്താണെന്നൊന്നും പറയാനായിട്ട് ഇന്ന് എനിക്കറിയില്ല. ഞാനത് എങ്ങനെയാണ് അതിൻ്റെ രീതി എന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് 2-3 ദിവസം കൂടി ഒന്ന് കണ്ടതിന് ശേഷം ഞാൻ പറയാം. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മറ്റേ മോപ്പിംഗ് ആയിരുന്നു, വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് പറഞ്ഞിട്ടുണ്ട് അതിൽ വേറെ മറ്റേ ഇതൊന്നും ഒഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്ലോർ ക്ലീനേഴ്സ് ഒന്നും യൂസ് ചെയ്യരുത്, പച്ചവെള്ളം മാത്രം മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് അവൻ്റെ ഇരിപ്പിടത്തിൽ കയറിയിരുന്നു. സ്റ്റാർട്ട് ചാർജിങ് എന്ന് പറഞ്ഞിട്ട് ചാർജ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഇത് കഴിഞ്ഞോട് കൂടിയിട്ട് നമ്മളുടെ ക്ലീനിങ് ഫുൾ കഴിഞ്ഞു. അപ്പോൾ അത് വർക്ക് ഏരിയയിലേക്ക് ഇട്ടിട്ടില്ല, കാരണം അവിടെ കട്ടളയുള്ള കാരണം അങ്ങോട്ട് വിട്ടിട്ടില്ല. ഫസ്റ്റ് ഡിമ്പിളുടെ റൂമായിരുന്നു, പിന്നെ ഞങ്ങളുടെ റൂം കിടന്നു, പിന്നെ ഹോളും ലാസ്റ്റ് കിച്ചണിൽ നിന്നാണ് മൂപ്പര് പോയിട്ട് ഇരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്നാ, അപ്പോൾ ഡിവൈനും ഡിമ്പിളും പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മി ഒതുക്കാൻ നിൽക്കണ്ട, മമ്മി പോയി കിടന്നോ, അവൻ്റെ പണി കഴിയുമ്പോൾ കയറിയിരുന്നോളൂ എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇത് ഒതുക്കിയിട്ടിട്ടാവും, നാളേക്കുള്ളൊരു പണി വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കംപ്ലീറ്റ് സാധനങ്ങൾ എടുത്ത സാധനം എടുത്ത് കൊടുത്ത് വയ്ക്കിയപ്പോൾ അത്ര വലിയ പണിയൊന്നുമില്ലല്ലോ, ഓരോന്നിനും ഓരോ സ്ഥാനമുണ്ട്, അതെടുത്തിട്ട് അവിടെ വെക്കല്ലേ വേണ്ടു. അപ്പം ഞാൻ അതെല്ലാതും വെച്ച് അത് കഴിഞ്ഞ് ഞാൻ ഫാൻ ഇട്ടു, എല്ലായിടത്തും ഫാൻ ഇട്ടു. കാരണം ഒരു ചെറിയൊരു നനവുണ്ട്, അത് മൂപ്പിങ് കഴിഞ്ഞപ്പോൾ ഒരു നല്ലൊരു തണവും നല്ലോണം ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ എങ്ങനെ വന്നാലും നമ്മൾ കൈകൊണ്ട് അത് എത്ര മോപ്പ് വന്നാലും നമ്മൾ കൈകൊണ്ട് തുടയ്ക്കുന്ന ആ ഒരു സംതൃപ്തി അത് എന്ത് സംഭവത്തിനായാലും ഉണ്ടാവില്ല. ചില സമയത്ത് നമ്മൾ പറയില്ലേ വേറൊരാൾ വന്ന് തുടച്ച് പോയാൽ പോലും വെറുതെ നമ്മൾ ആവശ്യമില്ലെങ്കിൽ പോലും ചിലപ്പോൾ ഒന്ന് വെറുതെ തുടയ്ക്കും. അത് എല്ലാ മനുഷ്യന്മാരുടെയും ഒരു ശീലമാണ്. പക്ഷെ ഒരു എന്താ പറയുക തിരക്കുള്ള ഒരു വീട്ടിൽ അല്ലെങ്കിൽ കുട്ടികളുള്ള വീട്ടിൽ അത്യാവശ്യം ക്ലീൻ ചെയ്യാനായിട്ട് ഈ റോബോട്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയണത്, മുഴുവനായിട്ടില്ല. അപ്പോൾ ഞാൻ 3 ദിവസം ഇത് കണ്ടിട്ടുള്ളൂ. ഇത്രയും ദിവസം വാങ്ങിയിട്ട് 10 ദിവസമൊക്കെ ആയെങ്കിലും 3-4 ദിവസമായിട്ടുള്ളൂ ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കണ്ടിട്ട്. അപ്പോൾ ആ ഒരു അഭിപ്രായം എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ബോക്സൊന്നും ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇന്ന്. അപ്പം അതുകൊണ്ട് തന്നെ പക്ഷെ മിനിഞ്ഞാന്നൊക്കെ അവിടെ ക്ലീനായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, അങ്ങനത്തെ ഫുൾ ക്ലീനായി. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ല, എന്നാലും ഞാൻ പിന്നെ എന്താ പറയുക എന്തെങ്കിലും നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരണ്ടേ എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നതാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കട്ടെ. നാളെ നല്ലൊരു വീഡിയോ ആവാൻ ചാൻസ് ഉണ്ട്. ഞങ്ങൾ പോയിട്ട് വേഗം വരാം കേട്ടോ. അതുവരേക്ക് ബൈ.